സിംഹത്തിനെയും കടുവനെയൊക്കെ ഇതുപോലെ തൊട്ടടുത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ ദുബായ് സഫാരി പാർക്കിലേക്ക് വന്നാൽ മതി. ഇവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മളും സേഫ് ആവണമല്ലോ. അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എയർ കണ്ടീഷൻഡ് ബസ്സിലാണ് നമ്മൾ ഇവരെ കാണാൻ പോണത്. ഈ ആനിമൽസിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവരെക്കുറിച്ചും ഇവരുടെ ബിഹേവിയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ നമ്മുടെ ബസ്സിൽ തന്നെ ഒരു ഗൈഡും ഉണ്ടാവും. ആനിമൽസിനൊക്കെ നല്ലോണം കാണാൻ വേണ്ടി ഈ ബസ്സിൻ്റെ ഒക്കെ ഗ്ലാസ് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ ആനിമൽസിൻ്റെ അടുത്ത് എത്തുമ്പോഴും നമുക്ക് മനസ്സിലാവും അവർക്ക് വേണ്ട ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് അനിമൽസിനെ നമുക്ക് ഈ എക്സ്പ്ലോറർ സഫാരി ടൂറിൽ കാണാൻ പറ്റും. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തതും കണ്ടതുമായിട്ടുള്ള അനിമൽസ് ഉണ്ട് ഇവിടെ. ദുബായ് സഫാരി പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൂർ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഓരോ അനിമൽസിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ അടുത്ത അനിമൽസിൻ്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ ഇതുപോലെ വലിയൊരു ഗേറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഓരോ അനിമൽസിനും ഫ്രീ ആയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഈ ഒരു പാർക്കിൻ്റെ സ്പെഷ്യാലിറ്റി. ഈ ഒരു എക്സ്പ്ലോറർ സഫാരി ടൂർ കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തത് പോണത് അറേബ്യൻ ഡെസേർട്ട് സഫാരിക്കാണ്. അവിടെയാണ് അറേബ്യൻ ഡെസേർട്ടിലുള്ള അനിമൽസിനൊക്കെ കാണാൻ പറ്റുക. ഇങ്ങനെ വൈൽഡ് ലൈഫ് ഒബ്സർവേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. സമയം ഏകദേശം വൈകുന്നേരം 5:30 കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സഫാരി ടൂർ അവസാനിച്ചത്.